കേരളത്തിലെ പോലീസ് രാജ് അവസാനിപ്പിക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSU കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DIG ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് നടത്തിയത്. മാർച്ച് പ്രകടനമായി എത്തിയ പ്രവർത്തകർ ഈ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം നടന്നു. അതിനിടയിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗത്തിലും പ്രവർത്തകർ പിന്തിരിയാത്തതിനെ തുടർന്ന് പിന്നീട് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതാണ്ട് അരമണിക്കൂറോളം പോലീസും KSU പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ നിന്ന് പോരാടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ണൂർ DIG ഓഫീസിന് മുന്നിൽ കണ്ടത്. KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമ്മാസാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഷമ്മാസ് ഉൾപ്പെടെയുള്ള MC അതുൽ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അർജുൻ കോറം സംസ്ഥാന ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുൻ കോറം ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് ഇപ്പോൾ ബലം പ്രയോഗിച്ച് തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്.
ഈ കാണിക്കുന്ന തോന്നിവാസത്തിന് ഭരണം മാറുമ്പോൾ ഈ പറഞ്ഞ പോലീസുകാർ ഉൾപ്പെടെയുള്ള മറുപടി പറയേണ്ടി വരും. എന്തൊക്കെ തോന്നിവാസം കാട്ടിക്കൂടുന്നേ? ഇങ്ങനെയാണോ? വാഹനത്തിനുള്ളിൽ വെച്ച് വരെ പോലീസ് KSU പ്രവർത്തനം മർദ്ദിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിൽ പോലും മർദ്ദിക്കുന്ന ഈ തോന്നിവാസം ഷോ ആക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ KSUവിന്റെ സഹപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന വൈകാരിക പ്രതികളുണ്ട്. ആ ഷോ വീട്ടിൽ വെച്ചാൽ നിനക്ക് ഷോ നീ വീട്ടിൽ വെച്ചാൽ ഞങ്ങളുടെ വെക്കേണ്ട ഷോ CPM വീട്ടിൽ വെച്ചാൽ ഞങ്ങളുടെ ഷോ ഞങ്ങളുടെ സഹപ്രവർത്തകരെ ഞങ്ങളുടെ സഹപ്രവർത്തകർ അത് ഷോ കൊടിസുനിയെ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ മദ്യം കൊടുത്ത് സൽക്കരിക്കുന്നു. എന്താ ഇവിടെ കാണുന്നത്? മദ്യം കൊടുത്ത് സൽക്കരിക്കുന്ന പോലീസ് സേന ഈ നാട്
അപമാനമാണിത്, അപമാനമല്ലേ? നിങ്ങളെ ബഹുമാനിച്ചിരുന്ന കാലത്ത് നിങ്ങളുടെ മുഖത്തേക്ക് ഞാൻ ബാക്കി പറയുന്നില്ല. അതിനുവേണ്ടിയാണ് ഇവിടുത്തെ പൊതുസമൂഹം കാത്തിരിക്കുന്നത്. നിങ്ങൾ ഗുണ്ടകളായി അധിക നാൾ വിലസുമെന്ന് നിങ്ങൾ കരുതണ്ട. അധിക നാളിനില്ല. നിങ്ങളുടെ അഹങ്കാരത്തിന് ഷാജഹാനെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കണ്ണൂർ ജില്ലക്കകത്തുമുണ്ട്. അവരോടായി പറയട്ടെ, നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും പോലീസ് ഉദ്യോഗസ്ഥരെ. അതുകൊണ്ട് ദീർഘമായ പ്രഭാഷണത്തിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. ഈ മാർച്ച് അത് ഞങ്ങൾ അതിന്റെ ഗൗരവത്തോടു കൂടി തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മാർച്ചാണ്. കാരണം ഞങ്ങളുടെ സഹപ്രവർത്തകനെയാണ്. എത്രയോ പോലീസ് സംവിധാനത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ എത്രയോ ഗവൺമെന്റുകൾ മാറി മാറി ഭരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയും ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി ഇത്രയേറെ പാദസേവ ചെയ്യുന്ന ഒരു പോലീസ് സംവിധാനത്തെ ഈ പിണറായി വിജയന്റെ കാലഘട്ടത്തിലല്ലാതെ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ഏറ്റവും ഒടുവിൽ ഇന്ന് ഈ പ്രതിഷേധത്തിന്റെ ആധാരമായി നമ്മൾ ഉയർത്തി കാണിക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയം, ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘർഷം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പലതരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്, അക്രമ സംഭവങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകാറുണ്ട്. ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഉൾപ്പെടെ കേസുമെടുക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള ഒരു തർക്കത്തിന്റെ പുറത്തെടുത്ത കേസിന്റെ പുറത്ത് വിദ്യാർത്ഥി നേതാക്കളെ, KSUവിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളെ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ ഈ കേരളത്തിന്റെ പോലീസ് പിണറായി വിജയന്റെ പാദസേവ ചെയ്യുന്ന അടുക്കളക്കാരുടെ നിലവാരത്തിലേക്ക് തരം താണ കേരള പോലീസ് അവരെ മുഖം മൂടി അണിയിച്ച് കൈവിലങ്ങ് വെച്ച് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആരെയാണ് തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്? നിങ്ങൾ ആരെയാണ് ഈ പറഞ്ഞ പാർട്ടിക്ക് വേണ്ടി സുഖിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? കേരള പോലീസ് ഏതെങ്കിലും തരത്തിൽ ശമ്പളം വാങ്ങുന്നത് സർക്കാരിൽ നിന്ന് തന്നെയാണ്, CPM-ൽ നിന്നല്ല. കേവലം റെഡ് വളണ്ടിയർമാരിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വന്ന ആളുകളെ പോലെയാണ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ പെരുമാറുന്നത്. നിങ്ങളൊക്കെ PSC ലിസ്റ്റ് വഴി, റാങ്ക് ലിസ്റ്റ് വഴി ഈ സേനയിൽ കടന്നിട്ട് കൂടിയിട്ടുള്ള ആളുകളാണ്. ഈ പറഞ്ഞ PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ആ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയത് എങ്കിൽ ഈ തോന്നിയവാസവും തെമ്മാടിത്തരവും കാണിക്കുന്ന പോലീസുകാരോട് ഞങ്ങൾക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ കഴിഞ്ഞ 9.5 വർഷക്കാലത്തിനിടയിൽ നിങ്ങൾ ഈ CPM-ന് വേണ്ടി, പിണറായിക്ക് വേണ്ടി, ആഭ്യന്തരമന്ത്രിക്ക് വേണ്ടി, ഈ പറഞ്ഞ CPM നേതാക്കൾക്ക് വേണ്ടി പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളെ കൈകാര്യം ചെയ്ത, സമരങ്ങളെ നേരിട്ട, അവരെ വീട്ടിൽ കയറി ഗുണ്ടായുസം കാണിച്ച മുഴുവൻ നേതാക്കളുടെയും, ഈ പറഞ്ഞ നേതാക്കൾക്കെതിരെ അതിക്രമം നടത്തിയ മുഴുവൻ പോലീസുകാരുടെയും ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ് ഞങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ആ റാങ്ക് പട്ടിക അനുസരിച്ച് ഈ പറഞ്ഞ ഷാജഹാനെ പോലുള്ള ഏമാന്മാർക്ക് വിശ്രമ ജീവിതം, കേവലം ഒരു വിശ്രമ ജീവിതമല്ല, മുൻകാല പ്രാബല്യത്തോടുകൂടിയുള്ള വിശ്രമ ജീവിതം നൽകാനുള്ള റാങ്ക് പട്ടിക ഞങ്ങളും തയ്യാറായിട്ടുണ്ട്. ഞങ്ങളതിൻ്റെ മുൻഗണനാക്രമം അനുസരിച്ച്, നിങ്ങൾ കാട്ടിക്കൂട്ടിയ തോന്നിയവാസത്തിൻ്റെ മുൻഗണനയനുസരിച്ച് അത് കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. KSU നേതാക്കളെ തീവ്രവാദികളെ പോലെ കൈകാര്യം ചെയ്യുമ്പോൾ, അവരെ വിദ്യാർത്ഥിപക്ഷ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ അതിനടിച്ചൊതുക്കാൻ നിൽക്കുന്ന ഈ കാക്കിയിട്ട തെമ്മാടികളെ ഈ പല രീതിയിലും കൈകാര്യം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം തന്നെയാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ കേരള പോലീസിനെ സംബന്ധിച്ച് സ്കോട്ട്ലൻഡ് യാർഡിലെ പോലീസ് സേനയെക്കാളും മികച്ച കുറ്റാന്വേഷണ മികവുള്ള പോലീസ് എന്നൊക്കെ നമ്മൾ കരുതിയ ആ പോലീസ് സേന ഇന്ന് അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പോലീസ് സംവിധാനം കുത്തഴിഞ്ഞ് നാണം കെട്ട നിലയിലേക്ക്, തെരുവ് ഗുണ്ടകളെ പോലും നാണിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ പോലീസ് സംവിധാനം മാറിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, കേരളത്തിൽ ഒരു ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കാൻ കെൽപ്പുണ്ടായിരുന്ന പ്രസ്ഥാനമാണ്, കെൽപ്പുള്ള പ്രസ്ഥാനം തന്നെയാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ. ആ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഉത്തരവാദിത്ത ഭാരവാഹി എന്ന നിലയിൽ തന്നെ പറയുന്നു, നിങ്ങളെയൊക്കെ ഈ പറഞ്ഞ കാക്കിക്കുപ്പായം അഴിച്ചു വെച്ച് കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക്, ആ രീതിയിൽ കൈവിട്ട കളിയാണ് നിങ്ങൾ കളിക്കുന്നതെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് വലിയ വിദ്യാർത്ഥി വിഷയം ഉയർത്തിപ്പിടിച്ച് ജനാധിപത്യ ദംശനത്തെ, മനുഷ്യാവകാശത്തെ ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന ഈ പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിക്കുന്നു. KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അടിച്ചൊതുക്കുന്ന പോലീസിനോട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമ്മാസ്. ഭരണം ഇനി 6 മാസം വരെ മാത്രമേ കാണൂ, അതിനുശേഷം UDF അധികാരത്തിൽ വരുമെന്നും നിങ്ങളുടെയൊക്കെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുമാണ് മുഹമ്മദ് ഷമ്മാസിൻ്റെ മുന്നറിയിപ്പ്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻമാരായ ബിജു അഴീക്കോടിനും നവീനുമൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.